ഫസ്റ്റ് ഓൺ റിപ്പോർട്ട് കോടതിയിലെ വിവരങ്ങളും പുറത്തുവിടണമെന്ന് വിവരാവകാശ കമ്മീഷണറുടെ ഉത്തരവ്. കോടതി നടപടികളുടെ രേഖകൾ ഒഴികെ പുറത്തുവിടണമെന്നാണ് ഉത്തരവ്. RTI നിയമം 12 അനുസരിച്ച് വിവരങ്ങൾ നിഷേധിക്കാൻ കഴിയില്ല. വിവരങ്ങൾ നിഷേധിക്കുന്നത് ശിക്ഷാർഹമെന്നും ഉത്തരവിൽ പറയുന്നു. വിവരാവകാശ കമ്മീഷണറുടെ ഉത്തരവിന്റെ പകർപ്പ് റിപ്പോർട്ടറിന് ലഭിച്ചു. റോഷിപാൽ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം തയ്യാറാണ്. റോഷിപാൽ, ഒരു വിവരവും അന്യമാക്കരുത് എന്നതുകൂടിയല്ലേ ഈ ഉത്തരവിലൂടെ വ്യക്തമാവുന്നത്? സുജയ പാർവതി, സംസ്ഥാനത്തെ ചില കോടതികളിൽ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകിയാൽ അതിന് മറുപടി നൽകുന്നില്ല എന്ന ഒരു കണ്ടെത്തലിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ A. അബ്ദുൽ ഹക്കീം ഇങ്ങനെയൊരു ഉത്തരവിട്ടിരിക്കുന്നത്. വിവരാവകാശ നിയമം 12 പ്രകാരം ആണ് ഇങ്ങനെ വിവരങ്ങൾ കോടതിക്കകത്ത് നിഷേധിക്കുന്നത്. അത് എല്ലാ കോടതികളിലുമില്ല. പക്ഷേ വിവരാവകാശ നിയമപ്രകാരം കോടതി നടപടികളുടെ രേഖകൾ ഒഴികെ മറ്റ് രേഖകളെല്ലാം വിവരാവകാശ നിയമപ്രകാരം പുറത്തുവിടണമെന്നാണ്. ആ ചട്ടങ്ങൾ മറച്ചു വെച്ചുകൊണ്ടാണ് ഇങ്ങനെ ചില നീക്കങ്ങൾ കോടതി ജീവനക്കാർ നടത്തുന്നത്. ഈ സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു ഉത്തരവ് ഇടേണ്ട പശ്ചാത്തലം. വടക്കാഞ്ചേരി മുൻസിഫ് കോടതിയിൽ ഒരു അപേക്ഷ നൽകിയ കോഴിക്കോട് സ്വദേശിക്ക് വിവരാവകാശ നിയമം 12 അനുസരിച്ച് വിവരങ്ങൾ നൽകുന്നത് ആദ്യഘട്ടത്തിൽ ഉദ്യോഗസ്ഥൻ നിഷേധിച്ചു. പിന്നീട് ആ ഉദ്യോഗസ്ഥൻ സ്ഥലം മാറിയപ്പോൾ മറ്റൊരു ഉദ്യോഗസ്ഥൻ വന്ന് ആ രേഖകൾ കൈമാറുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പരാതിക്കാരൻ നേരെ വിവരാവകാശ കമ്മീഷണറേറ്റിൽ പരാതി നൽകുകയായിരുന്നു. ആ ഹർജിയിലാണ് ഇപ്പോൾ വിവരാവകാശ കമ്മീഷണർ A. അബ്ദുൽ ഹക്കീം ഇങ്ങനെ ഒരു ഉത്തരവിട്ടിരിക്കുന്നത്. ഒരു കാരണവശാലും കോടതി വിവരാവകാശ നിയമത്തിൻ്റെ പുറത്തല്ല എന്നാണ് ആ ഉത്തരവിൽ ചൂണ്ടിക്കാട്ടുന്നത്. ഏറ്റവും നിർണായകമാണ്. പല കോടതികളിലും അങ്ങനെ വിവരാവകാശ നിയമം ബാധകമല്ല എന്ന ഒരു തെറ്റിദ്ധാരണ പരത്തുന്നുണ്ട്. അതിനെതിരെയാണ് ഇങ്ങനെ ഉത്തരവ്. കോടതി നടപടിക്രമങ്ങൾ ഒഴികെ എല്ലാ രേഖകളും, കോടതിയുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും അത് പുറത്തുവിടണമെന്ന കർശന നിർദ്ദേശം കൂടിയാണ് വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ A. അബ്ദുൽ ഹക്കീം ഇപ്പോൾ നൽകിയിരിക്കുന്നത്. സുജയ, ആ ഉത്തരവിന്റെ പകർപ്പാണ് ഇപ്പോൾ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. രേഖകൾ വെച്ചുകൊണ്ടാണ് റോഷിപാൽ എപ്പോഴും ഓരോ വാർത്തയും ഒരു വാർത്താ കഥയും കൊണ്ടുവരുന്നത്. അപ്പോൾ ഇനി ആ രേഖകൾ കോടതികളിൽ നിന്നും അന്യമാകില്ല എന്നുള്ളതാണ് ഈ വാർത്തയുടെ കാമ്പ്. അതാണ് റോഷിപാൽ ഇപ്പോൾ പങ്കുവച്ചത്. താങ്ക് യു റോഷിപാൽ.